ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. ഇന്ന് ഒരു പയൽ റീഡിംഗ് ആണ് നോക്കുന്നത്. ഇന്നത്തെ ചോദ്യം, എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം? അതാണ് നോക്കാൻ പോകുന്നത്. 2 ഗ്രൂപ്പായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ആദ്യത്തെ ഗ്രൂപ്പുകാരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നോക്കാം. ഇതാണ് ആദ്യത്തെ ഗ്രൂപ്പുകാർക്കുള്ള കാർഡ്. രണ്ടാമത്തെ ഗ്രൂപ്പുകാരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നോക്കാം. ഇതാണ് രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്കുള്ള കാർഡ്. ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പുകാർക്ക് ലഭിച്ച കാർഡ് ഏതാണെന്ന് നോക്കാം. എന്താണ് ആദ്യത്തെ ഗ്രൂപ്പുകാരുടെ യഥാർത്ഥ പ്രശ്നം? ഓക്കെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരുന്നില്ല, അല്ലെങ്കിൽ വരുന്ന തുടക്കങ്ങൾ ശരിയായ തോതിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഇങ്ങനെ പറയുമല്ലോ, കാര്യത്തോടടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തകിടം മറിയുന്ന ഒരു അവസ്ഥ. അതാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രോബ്ലം. രണ്ടാമത്തെ ഗ്രൂപ്പുകാരുടെ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് മെയിനായിട്ട് ആത്മീയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രോബ്ലം. അതായത് നിങ്ങളെ യൂണിവേഴ്സ് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് പുഷ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ തള്ളി തള്ളി വിടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിലേക്ക് എത്തുന്നില്ല. എത്തുമ്പോഴേക്കും നിങ്ങളെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതിൽ നിന്ന് പിൻവാങ്ങുന്നു. അതുപോലെ തന്നെ ഗുണദോഷ സമ്മിശ്രം. അതായത് ഒരു സമയത്ത് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അതൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സങ്കടകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം. അതായത് ഭാഗ്യമുണ്ട്, നിർഭാഗ്യമുണ്ട്. ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നിങ്ങളുടെ ലൈഫിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം നിങ്ങൾക്ക് തന്നെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇതെവിടേക്കാണ് ഞാൻ പോകുന്നത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്തായിരിക്കും എൻ്റെ ഭാവി എന്നെല്ലാം കരുതി. ഇതാണ് രണ്ടാമത്തെ ഗ്രൂപ്പുകാരുടെ യഥാർത്ഥ പ്രോബ്ലം. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. താങ്ക് യു ഡിയേഴ്സ്.